ഹലോ ഫ്രണ്ട്സ്, LP UP എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശുദ്ധപദം. സാധാരണയായിട്ട് തെറ്റ് വരുത്താറുള്ള ചില പദങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ശരിയായ പദങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. തെറ്റായത് പഠിക്കേണ്ട കാര്യമില്ല. ശരിയായ പദങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ നോട്ടിലേക്ക് നന്നായിട്ട് എഴുതി വേണം പഠിക്കാനായിട്ട്. അതുപോലെ പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അതത്, അതിർത്തി, അവസ്ഥ, അഗതി, അസ്ഥികൂടം, അടിമത്തം, അച്ചുകൂടം, അഞ്ജലി, അണ്ടകടാഹം, അതിർത്തി, അനന്തരവൻ, അനുഗ്രഹീതൻ, അനുഗ്രഹിക്കപ്പെട്ട, അല്ലെങ്കിൽ അസ്തമയം, അസാധു, അഴിമതി, അയ, അച്ഛൻ, അടിയന്തിരം, അനുഷ്ഠിക്കുക, അധപതനം, അന്തഛിദ്രം, അധകൃതൻ, അസ്ഥിവാരം, അതിഥി, അങ്ങനെ, അന്ധകരണം, അന്തപുരം, അനാവശ്യം, അനുഗ്രഹം, അഭിവാജ്ഞ, അഭ്യസ്തവിദ്യൻ, അരിഷ്ടം, അസന്നിഗ്ധം, അസ്വസ്ഥ്യം, അസ്തിത്വം, അമാത്യൻ, അത്വധ്വാനം, അത്യധ്വാനം, അനർഘം, അനുഗ്രഹീത, അഘാതം, അവലംബം, അംഗവൈകല്യം, അപ്പോഴപ്പോൾ, ആബാലവൃദ്ധം, ആസ്വാദ്യം, ആധ്യക്ഷ്യം, ആപച്ഛങ്ക, ആവൃത്തി, ആച്ഛാദനം, ആജാനുബാഹു, ആഡംബരം, ആദ്യന്തം, ആദ്യക്ഷരം, ആധുനികം, ആയുരന്തം, ആഴ്ചപ്പതിപ്പ്, ആവശ്യം, ആതിഥേയൻ, ആധ്യാത്മികം, ആവർത്തിക്കുക. ഇങ്ങനെ, ഇടയ്ക്ക്, ഇല്ലെങ്കിൽ, ഉച്ചഭാഷിണി, ഉച്ചാടനം, ഉത്പത്തി, ഉത്പ്രേക്ഷ, ഉത്പതിഷ്ണു, ഉച്ഛിഷ്ടം, ഉജ്ജ്വലം, ഉദ്ഘാടനം, ഉദ്ദേശം, ഉണ്ടെന്ന്, ഉത്കണ്ഠ, എതിർക്കുക, എഴുന്നള്ളത്ത്, ഏകത, ഐകരൂപം, ഐച്ഛികം, ഐഹികം, ഐകമത്യം, ഒഴിവ്, ഒഴികഴിവ്, ഔഷ്ട്യം, ഓഷ്ടം, ഔത്കൃഷ്ടം, ഔത്കൃഷ്ട്യം, കച്ചപം, കണ്ണിണ, കണ്ടുപിടുത്തം, കമണ്ഡലു, കവിയിത്രി. കവിയിത്രി ശ്രദ്ധിച്ച് നോക്കിയേ, കവിയിത്രി എന്നാണ്. കഠിനം, കാരാഗ്രഹം, കുഷ്ഠം, കുടിച്ചിക, കുണ്ഠിതം, കൃത്രിമം, കൃതി, കൃത്യാർത്ഥത, കയ്യെഴുത്ത്, കയ്യാമം, ക്രിയ, കനിഷ്ഠൻ, കാഷ്ടം, കുടുംബം, കയ്യാല, ക്രിസ്തബ്ധം, ഖഗം, ഖരം, ഗജം, ഗരുഡൻ, ഗർവിഷ്ഠൻ, ഗൂഢം, ഗൃഹം, ഗൃഹിണി, ഗ്രഹിണി, ഗ്രഹം, ഗ്രന്ഥി, ഘോഷം, ചുമതലാബോധം, ചെലവ്, ചമപ്പ്, ചിഹ്നം, ചുമര്, ചുമതലാബോധം, ജഡ, ജഡ, ജനയിത്രി, ജ്യേഷ്ഠൻ, ജ്യോതിഷം, ജ്യോത്സ്യൻ. ഇതി കർത്തവ്യത, മൂഢൻ, ഉദ്ബോധനം, ചേലത്തല, ജാള്യം, ജീവിതഫലം, ധടിതി, തടസ്സം, തത്പരൻ, തത്വം, തർജ്ജമ, ദശരഥൻ, ദാരിദ്ര്യം, തുച്ഛം, ദരിദ്രൻ, ദിനപത്രം, ദൃഢത, ദൈവികം, ദ്വന്ദ്വൻ, നിവൃത്തി, നിന്ദിക്കുക, നിഘണ്ടു, നിഷ്ഠുരം, നിർമ്മിതി, നിർലോഭം, നിശേഷം, ന്യൂനത, പഠിത്തം, പത്നി, പഥ്യം, പക്ഷപാതം, പശ്ചാത്താപം, പരിതസ്ഥിതി, പതിവ്രത, പഞ്ചരം, പുരാതനം, പിച്ചിക, പൂർവികൻ, പെട്ടെന്ന്, 10 രൂപ, പശ്ചാത്തലം, പരിണിതഫലം, പാദസ്വരം, പാഠകം, പുനഃചിന്ത, പുനഃസൃഷ്ടി, പ്രതിനിധാനം, പ്രവൃത്തി, പ്രസംഗകൻ, പ്രഗൽഭൻ, പ്രവർത്തിക്കുക, പ്രസ്താവന, പ്രതിഷ്ഠ, പ്രസ്ഥാനം, പ്രദക്ഷിണം, പ്രാരാബ്ധം, പ്രായശ്ചിത്തം, പ്രൗഢി, ഫലഭൂയിഷ്ടം, ഭഞ്ജനം, ഭേദം, ഭോഷത്വം, ഭൂരിപക്ഷം, ഭ്രഷ്ട്, മടയൻ, മനകാഠിന്യം, മനഃപൂർവം, മനഃശക്തി, മനഃശുദ്ധി, മനസാക്ഷി, മനസുഖം, മഞ്ജരി, മഞ്ജുഷ, മഹത്വം, മഹചരിതം, മഹദ്വാകം, മഹദ്വാക്യം,
മാധ്യസ്ഥ്യം, മുഖാന്തരം, മുതലാളിത്തം, മുഖച്ഛായ, മുക്തകണ്ഠം, മുന്നാക്കം, മൂഢൻ, മേഘം, യഥാ തഥം, യൗവനം, യഥോചിതം, യശശരീരൻ, രക്ഷകർത്താവ്, ലക്ഷോപലക്ഷം, ലജ്ജ, ലാഞ്ചന, ലുബ്ധൻ, വലുപ്പം, വസിഷ്ഠൻ, വളർച്ച നിരക്ക്, വൽക്കലം, വാസ്തവം, വാഗ്ജാലം, വാഗ്ദാനം, വാഗ്മി, വാഗ്വിശേഷം, വാഗ്വൈഭവം, വാഗ്മാധുര്യം, വാജ്ഞ, വാജ്ഞിതം, വിശ്വസ്തൻ, വൃശ്ചികം, വേപഥു, വാതിൽ, വിദ്യാർത്ഥി, വിമ്മിട്ടം, വിഡ്ഢിത്തം, വിദ്യുച്ഛക്തി, വിഷണ്ണൻ, വിദഗ്ധൻ, വിസ്താരം, വ്യഞ്ജനം, വ്യത്യസ്തം, വ്യത്യാസം, വ്യവസ്ഥ, വ്രണം, വ്രതം, ശരചന്ദ്രൻ, ശിപാർശ, ശുശ്രൂഷ, ശൃംഖല, ശ്രേഷ്ഠ, ശ്വശുരൻ. ഓക്കെ ഫ്രണ്ട്സ്, പദങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മാതൃകാ ചോദ്യങ്ങൾ കൂടി നോക്കാം. ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ഞാൻ വായിച്ചത് കൊണ്ട് കാര്യമില്ല. നിങ്ങളത് കറക്റ്റ് ഓരോ വേർഡ്സും നോക്കിയിട്ട് കറക്റ്റ് ഏതാണെന്നുള്ളത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. 10ൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു നോട്ട് നന്നായിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. കാരണം ഇത് SSCERT ബേസ്ഡ് ആയിട്ടുള്ള ഓരോ വേർഡ്സും SSCERT ബേസ്ഡ് ആയിട്ടുള്ള വേർഡ്സാണ്. അതുകൊണ്ട് നന്നായിട്ട് എഴുതി പഠിക്കുക. എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.